അത് നിർത്തിയിട്ട DJ വണ്ടിയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ വൈഫിൻ്റെ നാത്തൂനായിട്ട് അവിടെ ചെന്ന് നിന്നായിരുന്നു. നിന്നപ്പോഴത്തേക്കും ഈ കിരൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്ന് മണ്ടയിരുന്ന പുള്ളിക്കാരനെ പിടിച്ച് താഴോട്ടിട്ട് അത് അവളെ ദേഹത്താണ് വന്ന് വീണത്. അപ്പം ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ചീത്ത വിളിക്കുമായിരുന്നു. ഇപ്പോൾ എന്തിനാ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്തുവാ, പോടാന്ന് പറഞ്ഞാൽ അവളെയും ചീത്ത വിളിച്ചു. അതിനുശേഷം എന്തോ കാര്യം എന്ന് വെച്ചപ്പോൾ അവളെ കുത്തിന് പിടിച്ച് ലാത്തിക്ക് ബാക്കിയുള്ളവരെല്ലാവരും വന്ന് പിന്നെ അടി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഈ അതുൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പെപ്പർ സ്പ്രേ വെച്ച് അടിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു 10-100 മീറ്ററോളം ഇട്ട് അടിക്കുമായിരുന്നു. എന്നെ അവളെയും ചീത്തയും വിളിച്ച് എന്നെ അടിക്കുന്ന കണക്കല്ല അവളെ അടിച്ചത്, നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് അവളെ മുതുകത്ത് അവിടെ ഇവിടെ അല്ല, ഒരാൾ മാത്രമല്ല, കിരൺ മാത്രമല്ല, ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും അടിച്ച്. അതിനൊക്കെ എന്നെ കൊണ്ടുപോയപ്പോഴും ജീപ്പിലിട്ട് പെപ്പർ സ്പ്രേ അടിച്ച് എന്നെ രാവിലെ വിടാമെന്ന് പറഞ്ഞിട്ട് ആധാറെല്ലാം കൊണ്ടുപോയി അവിടുത്തെ ജാമ്യത്തിൽ വിടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇവൾ വന്നാലേ വിടത്തോളെന്ന്. അതെനിക്ക് ഉച്ചയ്ക്ക് പറഞ്ഞ് നിങ്ങൾ വിടാമെന്ന് പറഞ്ഞിട്ട് ഒപ്പിടിയിപ്പിച്ചിട്ട് ഈ കിരണ് വിളിച്ചവൻ കിരൺ പറഞ്ഞു ഇവൾ വന്നാടെ വിടത്തോളെന്ന്. ലാസ്റ്റ് പറഞ്ഞു ഇവൾ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇട്ടിരുന്നത്. ലാസ്റ്റ് വൈകിട്ട് വിട്ടവൻ പറഞ്ഞ് നിങ്ങൾ ഇതിനകത്ത് ഇനി സംസാര കാര്യങ്ങളൊന്നും വേണ്ട, ഇത് വിട്ടേരെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. പിന്നെ ഞാൻ വീണ്ടും അവിടെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും അവിടെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ പറഞ്ഞ് ഇറങ്ങി വന്നു.